ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ മലയാളത്തിലാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംപാപ്പട് എന്ന് പറയും ഇവിടെ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ നാട്ടിൽ നിന്ന് കുറേ മൂവാണ്ടൻ മാങ്ങ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ തോന്നി, നമുക്ക് മാങ്ങയൊന്നും കിട്ടാത്ത സമയത്ത് ഒരു നൊസ്റ്റാൾജിയ വരില്ലേ, അത് പ്രത്യേകിച്ച് ഇവിടെ മൂവാണ്ട മാങ്ങയൊന്നും കിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ മാങ്ങാത്തീര എന്നങ്ങണ്ടല്ലോ പറയാം, മാങ്ങാത്തീര എന്നങ്ങടെ പറയാം. അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആംപാപ്പട് എന്നാണ് പറയാം. അപ്പം ആംപാപ്പട് ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ അതിൽ വേറെ ഒന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണ്ട. ഇത് ഇവിടുത്തെ മാങ്ങയാണ് കേട്ടോ. അതിൻ്റെ പേരറിയുന്ന വെച്ചാൽ ഒന്ന് കമൻറ്റ് ഇട്ടോളാം. മറ്റേത് നമ്മുടെ നാട്ടിലെ മൂവാണ്ടൻ, അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. പിന്നെ തന്നെയൊക്കെയാണ് വീഡിയോ എടുക്കലും തൊലി ചെത്തലും ഒക്കെ ചെയ്തോടുന്നത്. മാങ്ങയൊക്കെ നന്നായി തൊലി ചെത്തിയെടുത്തു. അത് കഴിഞ്ഞ് നല്ല പേസ്റ്റ് പോലെ ജ്യൂസ് അടിച്ചു കൊടുത്തു കേട്ടോ. ജ്യൂസ് അടിച്ചിട്ട് വേറെ ഒന്നും ചേർത്തില്ല കേട്ടതേ. 3 കിണ്ണത്തിലാക്കി ഞാൻ പരത്തിയെടുത്തു കേട്ടോ. 3 കിണ്ണത്തിലായിട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു. അത്യാവശ്യം കട്ടിയിലൊക്കെ ഞാൻ ഒഴിച്ചത്, കാരണം നൈസായിട്ട് ഇതാവണ്ട, നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടല്ല എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇവിടെ നല്ല ചൂടാണ്, അപ്പോൾ ചൂട്ടത്ത് ഉണക്കിക്കോളൂലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. എന്താ കണ്ട, ഇതുപോലെ പാത്രത്തിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജ്യൂസ് അടിച്ചത് 3 കിണ്ണത്തിൽ വരത്തി കഴിഞ്ഞപ്പോഴേ എൻ്റെ ചീച്ചൂന് ഇത് കണ്ടപ്പോൾ ചീച്ചൂന് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ആദ്യമൊക്കെ കണ്ടപ്പോൾ മൂപ്പര് കഴിക്കൊന്നില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ആദ്യത്തെ ദിവസം തന്നെ ഇത് നന്നായി വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടാണ്. പിന്നെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ചീച്ചു എന്തൊക്കെ ചെയ്ത് തുടങ്ങിയെന്നറിയോ, ഒരു കിണ്ണത്തിലെ സൈഡിൽ നിന്ന് ചെറിയ സ്പൂണൊക്കെ എടുത്ത് മൂപ്പര തരത്തിൽ ഇങ്ങനെ കോരി കഴിച്ചു തുടങ്ങിയിട്ടാണ്. അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ എന്താ പറയുക, ഒരു കിണ്ണം ഒരുവിധാക്കി. 3-ാമത്തെ ദിവസം തൊട്ട് ഞാൻ പറഞ്ഞു, ചീച്ചോ ഇത് നമുക്കിത് ആവശ്യമുള്ള സാധനമാണ്, ഇത് മുഴുവൻ കഴിക്കുകയല്ലേ അങ്ങനെ പറഞ്ഞു. ഫൈനലി ഇതേ ഉണങ്ങി വന്നപ്പോൾ നമ്മുടെ ആംപാപ്പട് ഇങ്ങനെയായി കിട്ടിയിട്ടാണ്. അപ്പോൾ അത് നോക്കിയേ, നല്ല കറുത്ത കളറൊക്കെ. ഞാൻ ഇതിൽ കളറൊന്നും ചേർത്തില്ല. പിന്നെ ഇതേ കണ്ടില്ല, ഇതുപോലെ മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കൈ കൊണ്ട് എടുക്കണ കാരണം ഇത് ചുരുട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കഷ്ണങ്ങളായിട്ടൊക്കെ മുറിച്ചെടുത്തു. കുറച്ച് ഞാനൊന്നിങ്ങനെ ചുരുട്ടി. അത് കഴിഞ്ഞ് ഒരു ഡബ്ബയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി മാങ്ങേര ഓഫ് സീസണിലൊക്കെ നമുക്ക് കഴിക്കാമല്ലോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഉണങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കിത് എന്താ പറയുക, ഇതിങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്, നമുക്ക് ഇതുകൊണ്ട് ജാമായിൽ ഉണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. സീ യു അഗെയിൻ.